പാലക്കാട് കോൺഗ്രസും BJPയുമാണ് ഡീൽ. ഷാഫി വന്നപ്പോൾ തുടങ്ങിയ ഡീലാണ്. മലമ്പുഴയിൽ കോൺഗ്രസിന് പകരം BJPയെ സഹായിക്കുന്നു. ജനങ്ങൾക്കിടയിൽ പിന്തുണയുള്ള ആളാണ് NMR റസാഖ് എന്നും സുരേഷ് ബാബു പ്രതികരിച്ചു. PK ശശിക്ക് സീറ്റ് നൽകിയ സ്ഥിതിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനും കൂടി സീറ്റ് നൽകാമായിരുന്നുവെന്നും സുരേഷ് ബാബു പരിഹാസരൂപേണ പറഞ്ഞു. EN സുരേഷ് ബാബു മാതൃഭൂമി ന്യൂസിനോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ പാലക്കാട് എല്ലാം ചിത്രം തെളിഞ്ഞു. എങ്ങനെയാണ് കളം ആർക്ക് അനുകൂലമാണ്? പാലക്കാട് ജില്ല പൊതുവേ ഞങ്ങൾക്ക് അനുകൂലമാണല്ലോ. കഴിഞ്ഞ 2021 10 സീറ്റായിരുന്നു LDFന്. അത് 12 വരെ ആവാം, എന്തായാലും 11 ഉറപ്പാണ്. ഇവിടെ സത്യം പറയുന്നത് പാലക്കാട് ഒരു ഡീലുണ്ട് എന്നുള്ളതാണ്. അത് CPMഉം BJPയും തമ്മിലാണ്. അങ്ങനെ ഒരു ഡീല് ഏതെങ്കിലും രീതിയിലുണ്ടോ? കഴിഞ്ഞു പോയ തെരഞ്ഞെടുപ്പുകളിലെ ഒരു കോൺഗ്രസിൻ്റെയും BJPൻ്റെയും വോട്ടിംഗ് പാറ്റേൺ മാത്രം എടുക്കുക. ആരാരുമായിട്ട് ആ ഡീല് എന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ഷാഫി രണ്ടാം തവണ മത്സരിക്കുകയും കൃഷ്ണകുമാർ മലമ്പുഴയിൽ മത്സരിക്കുകയും ചെയ്യുമ്പോഴാണ് കോൺഗ്രസിൻ്റെ ബൾക്കായിട്ടുള്ള വോട്ട് BJPയിലേക്ക് ചേഞ്ച് ആകുന്നത്. അത് അവർ തമ്മിലുള്ള ഡീലല്ലേ. BJPക്ക് ഒരു അടിസ്ഥാനവുമില്ലാത്ത മലമ്പുഴയിൽ എങ്ങനെയാണ് കോൺഗ്രസിന്റെ വോട്ട് BJPയിലേക്ക് പോയത്? അത് ഡീലിന്റെ ഭാഗമാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് 10,000-ലധികം RSSന്റെ വോട്ട് ഡീലിന്റെ ഭാഗമായിരുന്നു. പിന്നെ എങ്ങനെയാ നിങ്ങൾ CPM BJP ലോകത്ത് ആരെങ്കിലും വിശ്വസിക്കോ CPM BJP ഡീൽ എന്ന് പറഞ്ഞ? NMR റസാഖിനെ കൂടുതലായി ആളുകൾ കാണുന്നത് കോൺഗ്രസ്സുകാരുമായി അടുത്ത ബന്ധമുണ്ടെന്നുള്ളത് തന്നെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാളെ പെട്ടെന്ന് സ്ഥാനാർത്ഥിയാകുമ്പോൾ ജനം അംഗീകരിക്കും. അങ്ങനെ ഒരു പ്രശ്നം കൂടിയില്ലേ? ഞാൻ ചോദിക്കട്ടെ, സിനിമാ ലോകത്ത് കിടക്കുന്ന പിഷാരടിയെ എവിടെന്നോ കൊണ്ടുവന്ന് ഇവിടെ സ്ഥാനാർത്ഥിയാക്കുക. ഇവിടെ ജനിച്ചു വളർന്ന് ഇവിടെ ജനങ്ങളുമായി ഇടപെട്ട് ഒരു ബിസിനസ് കെട്ടിപ്പടുത്തുക, അതും ഹോട്ടൽ ബിസിനസ്സാണ്. അങ്ങനെയുള്ള ഒരാളെ ഞങ്ങൾ സ്ഥാനാർത്ഥിയാക്കിയത്. പാലക്കാട് ജില്ലയിൽ ജനിച്ചു വളർന്ന മനുഷ്യനല്ലേ. PK ശശിയുടെ വിഷയം പാലക്കാട് ഒരു വിഭാഗീയത, പാർട്ടിയിലെ വിഭാഗീയത കൊണ്ടുണ്ടായതാണ്. അത് പാർട്ടി പോലും അംഗീകരിച്ച കാര്യമല്ല അദ്ദേഹത്തിന്റെ കേസുകൾ. പിന്നീട് തങ്ങൾ എന്തിനാണ് കണക്കാക്കണം എന്നൊക്കെയുള്ള ഒരു പ്രതികരണമാണ് VD സതീശന്റെ ഭാഗത്തുനിന്ന്. PK ശശിനെയൊക്കെ ഇനി ആര് കണക്കാക്കാൻ? PK ശശി പൊട്ട് നിങ്ങൾ വോട്ട് എണ്ണി കഴിയുമ്പോൾ അറിയാലോ. യഥാർത്ഥത്തിൽ PK ശശി സ്ഥാനാർത്ഥിയാകുമായിരുന്നെങ്കിൽ ആ മാങ്കൂട്ടത്തിന് ആക്കാമായിരുന്നു. യഥാർത്ഥത്തിൽ മനസ്സിലായില്ലേ? ഈ കാര്യത്തിൽ രണ്ടാളും ഒരേ യോഗ്യതയുള്ളവരാ. രണ്ടാളും PhD-യാ. മനസ്സിലായില്ലേ? അത് സതീശന് വേഗം വ്യക്തമാവും. ഇനി പിന്നീട് ചിഹ്നത്തിന് വേണ്ടി അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയല്ലേ. ഇങ്ങനെ ഒരു ഗതികേട് നോക്കണം. ഒരു എക്സ് കമ്മ്യൂണിസ്റ്റിന്റെ ഗതികേട് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഏതായാലും പാലക്കാട്ടെ ഡീൽ ആരോപണം, അതോടൊപ്പം തന്നെ VD സതീശന്റെ പ്രതികരണം, ഇതിലെല്ലാമാണ് സുരേഷ് ബാബു വിശദമായി പ്രതികരിച്ചത്. മൽഗോഷ് സി മോഹനൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.